ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാക്സ് പെയർക്കെതിരെ വന്നിട്ടുള്ള ഒരു കോടതി വിധിയാണ്. എല്ലാവർക്കും വളരെ പ്രാധാന്യമുള്ള ഒരു വിധിയാണിത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കറിയാം, ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്യാനും ഓർഡർ ഇഷ്യൂ ചെയ്യാനും ടൈം ലിമിറ്റ് ഉണ്ട്. ഇത് മുൻപൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഫിനാൻഷ്യൽ ഇയറുകൾ എഴുതിയിട്ടുണ്ട്, ആനുവൽ റിട്ടേണിൻ്റെ ഡ്യൂ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. 73 പ്രകാരം നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ളത് ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള ഡേറ്റ്, 74 നോട്ടീസ് ഇഷ്യൂ ചെയ്യാനും ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള ഡേറ്റ്. ഓക്കെ, ഇതിൽ 17, 18, 18, 19, 19, 20 വർഷങ്ങളിലെ ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള ടൈം ലിമിറ്റ് നമ്മൾ സെക്ഷൻ 73നെ പറ്റി മാത്രമാണ് പറയുന്നത്. സെക്ഷൻ 73 31 ഡിസംബർ ആയിരുന്നു, അത് കഴിഞ്ഞു പോയി. പിന്നെ അതിന് ശേഷം 30 ഏപ്രിൽ 2024 ആണ്, അതും കഴിഞ്ഞു പോയി. ഇനി ഇത് മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ പലപ്പോഴും ഒരു വിഷയം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ പലരും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നോർമലി ഡ്യൂ ഡേറ്റുകളൊക്കെ ഓൾറെഡി സെക്ഷൻ 73(10) പ്രകാരം ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള ടൈം ലിമിറ്റൊക്കെ ഓൾറെഡി പണ്ടേ കഴിഞ്ഞു പോയതാണ് ഈ പഴയ വർഷങ്ങളിലേക്ക് വേണ്ടി. കാരണം 73 പ്രകാരമാണ് നമ്മൾ പറയുന്നത് ആനുവൽ റിട്ടേൺ ഡ്യൂ ഡേറ്റ് മുതൽ നോർമലി 3 years ആണ് ടൈം ലിമിറ്റ് എന്ത് ഓർഡർ ഇഷ്യൂ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ 7th February 2020 എന്ന് പറയുമ്പോൾ 7th February 2023 അതിൻ്റെ ഡ്യൂ ഡേറ്റ് ഓർഡർ ചെയ്യാൻ ഡേറ്റ് കഴിഞ്ഞു. പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്തു ഗവൺമെൻറ്. അതുപോലെ എല്ലാ വർഷത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ ടാക്സ് പെയർ ചലഞ്ച് ചെയ്തിരുന്നു. അവർ ടാക്സ് പെയർ പറയുന്ന സെക്ഷൻ 168 ക്യാപിറ്റലെ അതിന് ഗവൺമെൻറ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ടൈം എല്ലാ സിറ്റുവേഷനിലും കൊടുക്കുന്നില്ല. അത് കോവിഡ് പോലെയുള്ള പാൻഡമിക്കുള്ള സമയങ്ങൾ, വാർ, അങ്ങനെയുള്ള എക്സെപ്ഷണൽ കേസുകൾ മാത്രമേ സെക്ഷൻ 168 ക്യാപിറ്റൽ എന്ന് പറയുന്ന സെക്ഷൻ ഗവൺമെൻറ് അനുവദിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഡേറ്റുകൾ ഇഷ്യൂ ചെയ്ത നോട്ടിഫിക്കേഷൻ, ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്ത നോട്ടിഫിക്കേഷനുകൾ ഇൻവാലിഡ് ആണ് എന്നൊക്കെ ചലഞ്ച് ചെയ്തിരുന്നു. പക്ഷെ അതിനെതിരെ കേരള ഹൈക്കോടതി ഒരു ടാക്സ് പെയർക്ക് എതിരായിട്ടുള്ളൊരു ഓർഡർ വന്നിട്ടുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ 168 ക്യാപിറ്റൽ എയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. അതിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. 168 ക്യാപിറ്റൽ എ അതിലെന്താണ് പറയുന്നത്? നോട്ട്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ആക്ട്, ദ ഗവൺമെന്റ് മേ എക്സ്റ്റെൻഡ് ദ ടൈം ഇൻ റെസ്പെക്ട് ഓഫ് ആക്ഷൻസ് വിച്ച് കനോട്ട് ബി കംപ്ലീറ്റഡ് ഡ്യൂ ടു ഫോഴ്സ് മെജൂർ. ഇങ്ങനെയുള്ള എക്സെപ്ഷണൽ സിറ്റുവേഷനിൽ മാത്രമാണ് നമുക്ക് ഡേറ്റ് ഗവൺമെൻറ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഗവൺമെൻറ് അധികാരമുള്ളൂ എന്നാണ് പറയുന്നത്. അതിലിവരിവിടെ പറയുന്നുണ്ട്, ഫോർ ദ പർപ്പസ് ഓഫ് ദി സെക്ഷൻ ദ എക്സ്പ്രഷൻ ഫോഴ്സ് മേജർ മീൻസ് എന്താണ്? വാർ, എപ്പിഡമിക്, ഫ്ലഡ്, ഡ്രോട്ട്, ഫയർ, സൈക്ലോൺ, എർത്തിക്വേക്ക് ആൻഡ് എനി അതർ കാലാമിറ്റി കോസ്ഡ് ബൈ നേച്ചർ ഓർ അതർവൈസ്, ഇങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എക്സെപ്ഷണൽ കേസിൽ മാത്രമേ ഈ അധികാരം ഗവൺമെൻറ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കോവിഡ് വന്ന സമയത്ത് ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനം എത്തിയപ്പോൾ ഗവൺമെൻറ് 13/2022 വന്നപ്പോൾ അവർ ഒരു വട്ടം സെക്ഷൻ 73 പ്രകാരം ഓർഡർ ചെയ്യാനുള്ള ടൈം ലിമിറ്റ് ഒരു വട്ടം എക്സ്റ്റെൻഡ് ചെയ്തു. 17-18 വർഷത്തേക്ക് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് 9/2023 പ്രകാരം അവർ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു 73(10) പ്രകാരം. ഏതൊക്കെ വർഷങ്ങളിലേക്കാണ്? എല്ലാ കൊല്ലത്തേക്കും 17-18, 18-19, 19-20. ഞാൻ അപ്പുറത്ത് അതിൻ്റെ ഡേറ്റുകൾ എഴുതിയിട്ടുണ്ട്, ഏത് ഡേറ്റ് വരെ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നോട്ടിഫിക്കേഷൻ 56 വഴി വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. കണ്ടോ, ഇത് 17-18 ഇവിടെ അവസാനിച്ചു, 18-19നും 19-20ക്കും ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനുകൾ, ഈ യെല്ലോ കളറിൽ എഴുതിയ നോട്ടിഫിക്കേഷനുകളെയാണ് ചലഞ്ച് ചെയ്തത് ടാക്സ് പെയർ. അപ്പം അതിൽ ടാക്സ് പെയർക്ക് എതിരായിട്ടുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ വിധിയാണ്. അതിൽ പറയുന്നത് സെക്ഷൻ 73 എക്സ്റ്റൻഷൻ ഓഫ് ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂവൻസ് ഓഫ് ഓർഡർ അണ്ടർ നോട്ടിഫിക്കേഷൻ 13 ആൻഡ് നോട്ടിഫിക്കേഷൻ 9 ആർ നോട്ട് അൾട്രാ വൈറസ് ഓഫ് സെക്ഷൻ 168A. അപ്പോൾ 168A വയലേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ഈ ഡിസിഷൻ അഗെയിൻസ്റ്റ് ടാക്സ് പെയർ ആണ്. ഈ ഡിസിഷൻ്റെ പേര് ഫൈസൽ ട്രേഡേഴ്സ് വേഴ്സസ് ഡെപ്യൂട്ടി കമ്മീഷണർ സെൻട്രൽ ടാക്സ് പാലക്കാട് ഡിവിഷൻ. ഇതാണ് അതിൻ്റെ സൈറ്റേഷൻ. ഇതൊരു കേസ് ലോ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ടാക്സ് പെയർക്ക് എതിരാണ്. അപ്പോൾ പല ആൾക്കാരും അപ്പീൽ ഫയൽ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ റിപ്ലൈ ടു ഷോക്കോസ് നോട്ടീസ് ഫയൽ ചെയ്യുമ്പോൾ ഒക്കെ മറ്റു പല ഹൈക്കോടതികളും ഇത്
നോട്ടീസ് ഇഷ്യൂ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ വെച്ചുകൊണ്ട് അപ്പീൽ ഫയൽ ചെയ്യലും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി പ്രകാരം 168A വയലേഷൻ നടക്കുന്നില്ല. കോടതി പറയുന്നത് ഇത് കോവിഡൊക്കെ ഉള്ള സമയമാണ്, ആ സമയങ്ങളിലുള്ള ഒരു സിറ്റുവേഷൻ ആയത് കൊണ്ട് ഇത് അതിൽ കവർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവണം എന്നുള്ളത് അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം.